അപ്പൊ നമുക്കൊരു ചോദ്യം അപ്പൊ അവിടെ വരികയാണ്. എൻ്റെ ഉള്ളിൽ ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നത്, ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്, തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട്, ഗുജറാത്ത്. ഉസ്താദിന് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാട് ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളൊക്കെ അവിടെ വരും. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു നാടുണ്ട്. അവിടെ നിന്നൊരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനി എന്റെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് എന്റെ നാവ് കേടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല. അയാള് വന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത്. അദ്ദേഹത്തിന്റെ പേര് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം, മഹാത്മാഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി, മേന്മയുള്ള നാടായി, സമാധാനമുള്ള നാടായി, സഹിഷ്ണുതയുള്ള നാടായി, ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും. പക്ഷേ ഇവിടെ ഇപ്പൊ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നിലവന്നിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രപിതാവിന് സിന്ദാബാദ് വിളിച്ചാലൊന്നും രാജ്യസ്നേഹിയാവില്ല. മറിച്ച് നാഥുറാം ഗോഡ്സെക്ക് സിന്ദാബാദ് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിക്കണം. എന്നാലേ നമ്മൾ ആരാവുള്ളൂ, രാജ്യസ്നേഹിയാവൂ എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ആണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇണ്ടാസ് കാണിച്ച് രാജ്യത്തിന്റെ സമാധാനവും വൈവിധ്യവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിന്റെ എതിരായ ഏതൊരു പ്രവർത്തനവും മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി നിലനിർത്തുന്ന ഒരു ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് സർവ്വവിധ ഐക്യദാർഢ്യവും മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഈ സദസ്സിന് എന്റെ വന്ദനം. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ വെച്ച്, സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് പിൻവലിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ.